മോളെ രാജു, ഞാൻ പേടിച്ചു പോയല്ലോ. ഋതു സ്വപ്നം കണ്ടോണ്ടിരിക്കായിരുന്നോ? അതെ, സ്വപ്നം കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ സ്വപ്നം. ഇത് സ്വപ്നമല്ലല്ലോ, വർമ്മ സാറിന്റെ അമ്മയുടെയും ഫോട്ടോ അല്ലേ? ഇതാ രാജു എന്റെ സ്വപ്നം. ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഇവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. രാജുവിന്റെ സഹായത്തോടെ ഈ ഒരു ലക്ഷ്യം ഞാൻ നിറവേറ്റും. ഇക്കാര്യത്തിൽ ആദ്യമേ റെഡിയായി ഇറങ്ങിയത് ഞാൻ തന്നെയല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, ഈ പരസ്പരം പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് എനിക്ക് പലപ്പോഴും ദേഷ്യം വരാറുണ്ട്. അവരുടെ മക്കളുടെ മാനസികാവസ്ഥ അവരറിയുന്നുണ്ടോ? അവരുടെ സങ്കടം അവർ മനസ്സിലാക്കുന്നുണ്ടോ? മക്കളുള്ള ദമ്പതികൾക്ക് കോടതി വിവാഹമോചനം കൊടുക്കരുത്. മക്കളെ മറന്ന് അകന്ന് ജീവിക്കുന്ന മാതാപിതാക്കളെ പോലീസ് പിടികൂടി ഒരുമിപ്പിക്കണം. അങ്ങനെ ഒരു നിയമം വരണം. അച്ഛനെ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നും അമ്മയെ കാണണമെന്ന്. അമ്മയെ കാണുമ്പോ തോന്നും അച്ഛനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന്. അച്ഛനും അമ്മയും നമ്മളിരിക്കുന്ന പോലെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. എനിക്കറിയാം ഋതുവിന്റെ സങ്കടം. അകന്നു കഴിയുന്ന അമ്മയുടെ അച്ഛൻ്റെയും മകളായതുകൊണ്ടായിരുന്നു പണ്ട് മുതലേ എനിക്ക് ഋതുവിനോട് ഇഷ്ടം. കാരണം ഒരിക്കലും പിരിയാത്ത, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഞാൻ. എടിയെന്ന് വിളിച്ചുകൊണ്ട് കയറി വരുന്ന അച്ഛനും എന്തോ എന്ന് വിളി കേട്ടുകൊണ്ട് ഓടിച്ചെല്ലുന്ന എൻ്റെ അമ്മയും. ഋതു ഇങ്ങനെ കരയാതെ. എന്റെ ഋതുവിന്റെ ഈ സ്വപ്നം ഒട്ടും വൈകാതെ നിറവേറും. ആ ഡയറിയുടെ കാര്യം രാജുനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട? ഈ സങ്കടം മാറാൻ ഒരു കവിത പറഞ്ഞോട്ടെ? കേക്കട്ടെ. ആ, പനിനീർ ചെമ്പകത്തില് മഴത്തുള്ളി വീഴും പോലെയാ കരയുമ്പോ എന്റെ ഋതുവിന്റെ മുഖം. അയ്യടാ, രാജഗുരുവിന്റെ ഒരു കവിത. അവൻ വളയ്ക്കാൻ വരിക. ആ കിളവിയുടെ ഗൾഫ് കഥകൾ കേട്ട് കേട്ട് മടുത്തു. എന്തിനു മുടിഞ്ഞതല്ല, ഈ ശല്യത്തെ ഒഴിവാക്കാൻ ഞാൻ പല പണികളും നോക്കി.